ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FRK ടെക് PSC. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ 9ാമത്തെ സെഷനാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം റിലേറ്റഡ് ഇൻഫോർമേഷൻസും തരുന്ന 9ാമത്തെ സെഷനാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്ക് കരുതിയിട്ട് വേണം ഇരിക്കാൻ. അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. അത് അപ്കമിങ് വീഡിയോസിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 8 സെഷൻസും നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. First question: the diameter of filler rod to be used in gas welding depends upon type of metal, type of flame, thickness of plate to be welded, current carrying capacity. ഗ്യാസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഫില്ലർ റോഡിൻ്റെ ഡയമീറ്റർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് തിക്നെസ് ഓഫ് പ്ലേറ്റ് ടു ബി വെൽഡഡ്. ഓക്കെ, വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫില്ലർ റോഡിൻ്റെ ഡയമീറ്റർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു ബോക്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആവറേജ് തിക്നെസ് മാറുന്നതിനനുസരിച്ചിട്ട് ഡയമീറ്റർ മാറുന്നതിൻ്റെ ഒരു ടേബിളാണ്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടേബിളാണ്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അടുത്തത്, ദ ഫ്ലക്സ് റെസിഡ്യൂ ഇൻ ഗ്യാസ് വെൽഡിങ് ഷുഡ് ബി റിമൂവ്ഡ് ടു അവോയ്ഡ് ഓക്സിഡേഷൻ, ഗെറ്റ് ഗുഡ് അപ്പിയറൻസ്, പ്രിവെൻറ്റ് കൊറോഷൻ, പ്രൊവൈഡ് സേഫ്റ്റി ടു ഓപ്പറേറ്റർ. അതായത് ഗ്യാസ് വെൽഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെക്സ് റെസിഡ്യൂ ഉണ്ടാവും. ഫ്ലെക്സ് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാത്ത ഫ്ലെക്സ്. അപ്പോൾ അതിൽ മെൽറ്റ് ആവാത്ത ഫ്ലെക്സ് അതിൻ്റെ മുകളിൽ ചിലപ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്നുണ്ടാവും. ആ മെറ്റലിൻ്റെ മുകളിൽ ആ ഫ്ലെക്സ് റെസിഡ്യൂ നമ്മൾ മാറ്റണം. മാറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ അതിൻ്റെ ആൻസറാണ് പ്രിവെൻറ്റ് കൊറോഷൻ. ഓക്കെ, നമ്മൾ മാറ്റിയില്ലെങ്കിൽ അത് കൊറോഡായി പോകും. അപ്പോൾ ആ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലെക്സ് റെസിഡ്യൂ റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഡിഫക്റ്റ് ജനറലി ഒക്കേഴ്സ് ഇൻ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് വൈൽ വെൽഡിംഗ് വിത്ത് വെരി ഹൈ കറണ്ട്? ബ്ലോ ഹോൾസ്, അണ്ടർകട്ട്, സ്ലാഗ് ഇൻക്ലൂഷൻ, ലാക്ക് ഓഫ് ഫ്യൂഷൻ. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ഹൈ കറണ്ടിൽ വെൽഡ് ചെയ്യുമ്പോൾ സാധാരണ കാണപ്പെടുന്ന ഒരു ഡിഫക്റ്റ് എന്താണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ അണ്ടർകട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു, അണ്ടർകട്ട് എന്ന് പറഞ്ഞാൽ വെരി ഹൈ കറണ്ടിൽ വരുന്ന ഒരു ഡിഫക്റ്റാണ്. അപ്പോൾ അത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ജനറലി ഒക്കർ ചെയ്യുന്ന ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് വാട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെൽഡിംഗ് വോൾട്ടേജ്? സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിട്ട് എന്താണുള്ളത്? വെൽഡ് സൈസ്, ബീഡ് വിഡ്ത്ത്, വെൽഡിംഗ് സ്പീഡ്, ബീഡ് പെനിട്രേഷൻ. കറക്റ്റ് ആൻസർ വരുന്നത് ബീഡ് വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ ബീഡ് വിഡ്ത്ത് എന്താ നോക്കാം. അപ്പോൾ നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെൽഡാണ് മുകളിലുള്ളത് കണ്ടോ. വെൽഡാണ് മുകളിലുള്ളത്. പെനിട്രേറ്റ് ചെയ്ത വെൽഡ് മെറ്റലാണ് താഴെ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ മുകളിലുള്ള വെൽഡ് ത്രൂ ഔട്ട് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും അല്ലെ, ആ ലെങ്ത്തിന് മുഴുവൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ ബീഡ് എന്ന് പറയുന്നത്. ആ ബീഡിൻ്റെ വിഡ്ത്താണ് ഈ W കാണുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഹൈറ്റാണ് ഇവിടെ H എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഈ ബീഡ് വിഡ്ത്താണ് ഇവിടെ വെൽഡിംഗ് വോൾട്ടേജിന് പ്രൊപ്പോർഷണലായിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ മിഗ് മാഗ് വെൽഡിംഗ് വെൻ ദി ആർക്ക് വോൾട്ടേജ് ആൻഡ് ട്രാവൽ സ്പീഡ് ഇസ് ലോ വാട്ട് ഡിഫക്റ്റ് വിൽ ഒക്കർ ഇൻ വെൽഡ് മെറ്റൽ? മിഗ് മാഗ് വെൽഡിങ് നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ ടൈപ്പ് വെൽഡിങ് ആണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ആർക്ക് വോൾട്ടേജും ട്രാവൽ സ്പീഡും കുറയുമ്പോൾ എന്ത് ഡിഫക്റ്റാണ് കണ്ടുവരാറ്? അണ്ടർ കട്ട്, ബ്ലോ ഹോൾസ്, വയർ സ്റ്റക്ക്, വെൽഡ് ഓവർലാപ്പ്. ഏതാണ്? വെൽഡ് ഓവർലാപ്പാണ്. ഇപ്പോൾ വെൽഡ് ഓവർലാപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടില്ലേ. നമ്മൾ വെൽഡ് ചെയ്താൽ ഇരുവശത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് കുറച്ച് വെൽഡ് മെറ്റൽ കയറി കിടക്കുക. പാരന്റ് മെറ്റലിൻ്റെ മുകളിലേക്ക് കുറച്ച് വെൽഡ് മെറ്റൽ മുകളിൽ കയറി കിടക്കുക. അതിനാണ് നമ്മൾ വെൽഡ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് മെറ്റലിൻ്റെ മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്തിട്ട് വെൽഡ് മെറ്റലിലേക്ക് കിടക്കുക. അതാണ് വെൽഡ് ഓവർലാപ്പ്. ഇപ്പോൾ മിഗ് മാഗ് വെൽഡിങ്ങിൽ ഒന്ന് നോട്ട് ചെയ്യുക, ആർക്ക് വോൾട്ടേജ്, ട്രാവൽ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഒരു ഡിഫക്റ്റാണ് വെൽഡ് ഓവർലാപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which operating variable in submerged arc welding controls the arc length? സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ ആർക്ക് ലെങ്ത് കൺട്രോൾ ചെയ്യുന്ന ഏത് ഓപ്പറേറ്റിംഗ് വേരിയബിൾ ആണ്? വെൽഡിംഗ് സ്പീഡ്, വെൽഡിംഗ് വോൾട്ടേജ്, വെൽഡിംഗ് കറണ്ട്, ഇലക്ട്രോഡ് വയർ എക്സ്റ്റൻഷൻ. ഏതാണ്? വെൽഡിംഗ് വോൾട്ടേജ്. ഇപ്പോൾ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വെൽഡിംഗ് വോൾട്ടേജ് ആണ് ആ ഓപ്പറേറ്റിംഗ് വേരിയബിൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വെൽഡിംഗ് വോൾട്ടേജ് ആണ് ആർക്ക് ലെങ്തിനെ കൺട്രോൾ ചെയ്യുന്നത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ. ഓക്കെ,
Next question. If there is no vacuum, then electrons will interact with the gases and diffuses the beam in EBM process. Where from these gases are coming to get interact with the electrons? Workpiece, scattering, atmosphere, molten world. അപ്പോൾ EBM പ്രോസസ്സ് തന്നെ എന്താണ്? ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്സാണ്. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്സ് തന്നെ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്? ഹൈ വെലോസിറ്റിയിൽ, അതായത് വെരി ഹൈ വെലോസിറ്റിയിൽ ഇലക്ട്രോൺസ് വന്നിട്ട് ഈ ബേസ്മെൻറ്റിൻ്റെ മുകളിൽ ഇമ്പിഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഫ്യൂഷൻ നടക്കുകയാണ്. ഓക്കെ, അത്രയും ഹൈ വെലോസിറ്റിയിലാണ് ഇലക്ട്രോൺസ് അവിടെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്യുമ്പം ഹീറ്റായിട്ട് എന്താവും? അത് മെൽറ്റാവും. അങ്ങനെയാണ് അവിടെ വെൽഡിങ് നടക്കുന്നത്. പക്ഷെ അവിടെ ആ ഹൈ വെലോസിറ്റിയിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഒരു മീഡിയം വാക്യൂം ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇലക്ട്രോൺസ് അത്രയും സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ കഴിയുള്ളൂ. അതല്ല വേറെ ഗ്യാസസ് അവിടെ വന്നു കഴിഞ്ഞാൽ, വാക്യൂം എന്ന് പറഞ്ഞ സ്ഥിതി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് ഇവിടെ പറഞ്ഞത്. ഇലക്ട്രോൺസ് ഇൻട്രാക്ട് വിത്ത് ഗ്യാസസ് ആൻഡ് ഡിഫ്യൂസസ് ദ ബീം. ആ ബീമിനെ ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഗ്യാസ് വരുന്നത്? ആ ഗ്യാസ് വരുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ EBM പ്രൊസീജിയർ ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിനെ ആ ഒരു ബീമെ നമ്മൾ ഷീൽഡ് ചെയ്യും. ഓക്കെ, ആ ഷീൽഡിൻ്റെ ഉള്ളിൽ വാക്യൂം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഷീൽഡിങ് കറക്റ്റ് അല്ലെങ്കിൽ ഈ ഗ്യാസൊക്കെ കയറി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ഗ്യാസ് നോസിൽ ഫോർ 1.5 mm ഡയമീറ്റർ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇൻ ടിഗ് വെൽഡിംഗ് പ്രോസസ്? അത് 1.5 mm ഡയമീറ്ററുള്ള ടങ്സ്റ്റൺ ഇലക്ട്രോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്യാസ് നോസിലിൻ്റെ സൈസ് എന്താണ്? എൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 10 mm ഡയാണ്. ഓക്കെ, അപ്പോൾ അത് വേരിയസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. എന്നാൽ ഈ ഒരു റേഞ്ച് നിങ്ങളൊന്ന് നോക്കി നോക്കുക കേട്ടോ. 1.5 mm ഡയമീറ്റർ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആണെങ്കിൽ 10 mm ഡയമീറ്റർ ഗ്യാസ് നോസിലായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വെൽഡിംഗ് ടെക്നിക് ഡിഡ് മേക്ക് ഇറ്റ് സക്സസ്ഫുൾ ഫോർ ഇലക്ട്രോൺ ബീം വെൽഡിംഗ്? കീ ഹോളിംഗ്, സോൾഡറിങ്, വീവിങ്, വെൽഡ് സ്ട്രീം. ഇപ്പോൾ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൽ ഏത് വെൽഡിംഗ് ടെക്നിക്കാണ് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നത്? ആ ഒരു ടെക്നിക്കാണ് ചോദിച്ചത് കേട്ടോ. അതിൻ്റെ കറക്റ്റ് ആൻസർ വന്നത് കീ ഹോളിംഗ് ആണ്. ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൽ കീ ഹോളിംഗ് എന്നുള്ള ടെക്നിക്ക് ആണ് അതിനെ സക്സസ്ഫുൾ ആക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. കീ ഹോളിംഗ് എന്ന് പറഞ്ഞാൽ എ ടെക്നിക് ഇൻ വിച്ച് കോൺസെൻട്രേറ്റഡ് ഹീറ്റ് സോഴ്സ് പെനിട്രേറ്റ്സ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ത്രൂ എ വർക്ക് പീസ്. ഉണ്ടോ? അതായത് ഏറ്റവും ചെറിയൊരു ഡയമീറ്ററിൽ അതിനെ ഹോൾഡ് ചെയ്തിട്ട് ഉള്ളോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ മെൽറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, അതാണ് ഈ കീ ഹോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സർജറിക്ക് കീ ഹോൾ സർജറി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതേ കൺസെപ്റ്റ് തന്നെ അവിടെ. ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ ഇംപിഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വളരെ ചെറിയ ഡയമീറ്ററിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ മോൾട്ടൺ മെറ്റലിനെ മെൽറ്റ് ചെയ്തിട്ട് അവിടെയാണ് വെൽഡിങ് നടന്നത്. അപ്പോൾ ആ കീ ഹോളിംഗ് എന്നുള്ളൊരു പ്രൊസീജിയറാണ് അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത്. At the leading edge of weld pool, as the heat source progress, the molten metal fills in behind the hole to form weld bead. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ സഞ്ചരിപ്പിക്കുമ്പോൾ, ഓക്കെ, ആ ഒരു ഇലക്ട്രോൺ ബീമിനെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ വരും തൊട്ട് പിന്നിലുണ്ടായിരുന്ന ഭാഗം മെൽറ്റ് ചെയ്തിട്ട് അതിനെങ്ങനെ ഫ്യൂസ് ചെയ്തൊരു വെൽഡ് ബീഡായിട്ട് മാറും. അതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, ഈ വെൽഡ് ബീഡ്. അപ്പോൾ ഈ ചുവപ്പ് കാണുന്നതാണ് ഇലക്ട്രോൺ ബീം. ഇവിടെയാണ് ബീം ഹോൾ. കണ്ടോ, ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ബീം ഹോൾ. ആ ഹോൾ കൂടെ പെനിട്രേറ്റ് ആയിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ വോൾട്ടേജ് ലെസ് ദാൻ 50 volts ദ കണ്ടീഷൻ ഇസ് ക്യാൻ കോസ് fatal shock under all conditions, can cause fatal shock under any conditions, can cause fatal shock under some conditions, none of these. 50 വോൾട്ടിലും കുറവായി കഴിഞ്ഞാൽ, വോൾട്ടേജ് കുറവായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കണ്ടീഷൻ ഷോക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് എങ്ങനെ ഉണ്ടാവുക? അണ്ടർ സം കണ്ടീഷൻസ്, ഏതെങ്കിലും കണ്ടീഷൻസിൽ ഫാറ്റൽ ഷോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ആ ഓപ്പറേറ്റർ മരിച്ചു പോകാനുള്ള സാധ്യത വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ്. 50 volts താഴ്ന്നു കഴിഞ്ഞാൽ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ചില കണ്ടീഷനിൽ അത് ആൾക്ക് അപായം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. നിങ്ങളതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇൻഫോർമേഷൻസ് നോട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി അടുത്തൊരു 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.